ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നത് ഒരു പുളിഞ്ചീൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് എൻ്റെ റെസിപ്പിയല്ല, ഇത് ഉമ്മാൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്താ, ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പച്ചമുളക് വേണം, ഉലുവ, കടുക്, വലിയ ജീരകം, ചെറിയ ജീരകം, പിന്നെ ആവശ്യത്തിന് വെല്ലം, മുളക് പൊടി, മല്ലിപ്പൊടി, ഇഞ്ചി, ആവശ്യത്തിന് പുളി. ഇത്രയും സാധനങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് കൊടുക്കാം. ചെറിയ കഷ്ണങ്ങൾ തന്നെ ആക്കണമെന്നില്ല, നടും ചീന്തി 2 കഷ്ണമാക്കിയാലും മതി. ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് വരാം. മുളകൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം. പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഉപ്പും ഇട്ട് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കാം. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഉലുവയും കടുകും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കരിഞ്ഞു പോകരുത്. ജസ്റ്റ് ഒന്ന് കടുകും ഉലുവയൊക്കെ ഒന്ന് പൊട്ടി വരണം, അത്ര വന്നാൽ മതി, കരിഞ്ഞു പോകരുത്. അതിനുശേഷം നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള വലിയ ജീരകം, ചെറിയ ജീരകം ഇട്ട് അതും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഉലുവയൊക്കെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ പാനിൽ തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. മുളക് പൊടിയും മല്ലിപ്പൊടിയും കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുള്ള ആ പച്ചമുളകിൻ്റെ കൂട്ടിലേക്ക് അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നല്ലവണ്ണം തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ വറുത്ത് വെച്ച ഉലുവയും കടുകും പൊടിച്ച മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഇഞ്ചി ചതച്ചത് കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നന്നായി വേവിച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സാദാ ചോറിൻ്റെ കൂടെയും ബിരിയാണീൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം എങ്ങനെയുണ്ടെന്ന്. ഇത് ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം. എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.